നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്ത. നേരത്തെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം മെയ് 27 തീയതിയായിരുന്നു വലിയ പെരുന്നാൾ ദിനമായി കണക്കാക്കപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചന്ദ്രദർശനവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്നതിനെ തുടർന്ന് അവധി ക്രമീകരണങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ്. ഇതോടെ സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും. അതിനാൽ ബാങ്ക് ഇടപാടുകൾ, സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾ എന്നിവ ആവശ്യമായവർ മുൻകൂട്ടി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. അടുത്തതായി പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സംസ്ഥാന മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ വിവിധ സഹായ പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ്. വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ധനസഹായം, സഹായ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ എന്നിവയുടെ ഗുണഭോക്തൃ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. UG, PG, PhD തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപേക്ഷ നൽകിയവർ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ അപേക്ഷയുടെ നില പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. 2000 രൂപ വീതം പല ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിത്തുടങ്ങി. ബാങ്ക് അക്കൗണ്ടിലൂടെയും വീടുകളിൽ എത്തിയുള്ള വിതരണത്തിലൂടെയും തുക ലഭിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇതിനകം പലർക്കും തുക ലഭിച്ചിട്ടുണ്ടെങ്കിലും ചിലർക്ക് ഇപ്പോഴും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അവധി ദിവസങ്ങളും ബാങ്ക് പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം ചില ജില്ലകളിൽ വിതരണം വൈകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഇനിയും തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അടുത്ത ദിവസങ്ങളിലായി ബാക്കിയുള്ള എല്ലാവർക്കും തുക എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം ചില ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിൽ മുഴുവൻ തുകയ്ക്ക് പകരം കുറവായ തുക ലഭിച്ചെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. ബാക്കി തുക പിന്നീട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കുമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നിർത്തിവെക്കും, വിതരണം വൈകും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഔദ്യോഗികമായി പെൻഷൻ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്കുകൾക്കും ട്രഷറികൾക്കും അവധി ബാധകമായതിനാൽ വീടുകളിൽ എത്തിയുള്ള പെൻഷൻ വിതരണം കൂടുതൽ സജീവമാകുന്നത് വെള്ളിയാഴ്ച മുതൽ ആയിരിക്കാനാണ് സാധ്യത. സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും ഏജൻസികളിലേക്കും തുക കൈമാറുന്ന നടപടികൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് വിതരണം വേഗത്തിലാകും. ജൂൺ ആദ്യവാരത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളും അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വിവിധ ധനസഹായ പദ്ധതികൾ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് മുതൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇതുവരെ. വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.